നമ്മളുടെ മൈൻഡ് എത്രത്തോളം സൈലൻസ്ഡ് ആണോ അത്രത്തോളം നമ്മളുടെ മൈൻഡ് സ്ട്രോങ് ആവും. ഇത് മനസ്സിലാക്കണേ. നമ്മളുടെ മൈൻഡ് എത്രത്തോളം അലഞ്ഞു തിരിഞ്ഞ് ചപ്പു ചവറ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് സൈലൻസ് ആവുന്നോ അത്രത്തോളം നമ്മളുടെ മൈൻഡിന്റെ സ്ട്രെങ്ത് എന്നുള്ളത് കൂടുന്നുണ്ടാവും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളുടെ മൊബൈൽ ഓഫ് ചെയ്യുക, മ്യൂസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക, നമ്മളുടെ മനസ്സിനെ ഒന്ന് സൈലൻസ് ആക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. എന്ത് ചെയ്യുക? മൊബൈൽ ഓഫ് ചെയ്യുക, മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക, നിങ്ങളുടെ എൻവിറോൺമെന്റ് തന്നെ ഇപ്പൊ നിങ്ങളുള്ള ആ ഒരു റഷ് എൻവിറോൺമെന്റ് എന്നുള്ളത് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അവിടുന്ന് മാറാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കുക, ജസ്റ്റ് ഒന്ന് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ പലരും ജിമ്മിൽ പോകുന്നവരാണ്. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, നിങ്ങളുടെ മൈൻഡിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഒന്ന് ഇരിക്കുക സൈലൻസ് ആയിട്ട്. അപ്പൊ നിങ്ങളുടെ തലയ്ക്കകത്ത് കൂടി കുറെ ചിന്തകൾ വരുന്നുണ്ടാവും. പക്ഷെ ആ ചിന്തകളെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട. ആ ചിന്തകളെ നിങ്ങൾ ജഡ്ജും ചെയ്യണ്ട. ഇതെന്തെങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജഡ്ജും ചെയ്യണ്ട. കുറെ തോട്ട്സ് വരുന്നുണ്ടാവും. ആ തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യണ്ട, ആ തോട്ട്സിനെ നിങ്ങൾ ജഡ്ജും ചെയ്യണ്ട. പകരം എന്ത് ചെയ്യുക? ആ തോട്ട്സിനെ ഒബ്സേർവ് ചെയ്യുക. എന്തൊക്കെ ചിന്തയാണ് എൻ്റെ തലയ്ക്ക് കൂടെ വരുന്നത്? ഇപ്പോ നമ്മളൊരു സ്കൂളിൽ കണ്ടിട്ടുണ്ടോ, ഒരു ക്ലാസ് റൂമിൽ കണ്ടിട്ടുണ്ടോ? നമ്മള് ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്മാരെന്ന് വിചാരിക്കുക. ഒരു ടീച്ചർ തന്നെ ഇല്ലാത്ത ഒരു ക്ലാസ് റൂം. ആ പയ്യന്മാര് ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുക, ഒരാൾ ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുക, മറ്റു ചിലര് അടി ഉണ്ടാക്കുക, മറ്റു ചിലര് പാട്ട് പാടുക, അങ്ങനെയുള്ള പലതും ചെയ്യുന്നുണ്ടാവും. ഒരു ടീച്ചർ ക്ലാസ്സിനകത്ത് വന്ന് കയറും. ടീച്ചർ ഒരു വാക്ക് മിണ്ടുന്നുണ്ടാവില്ല. ആ ക്ലാസ്സിനകത്ത് പതിയെ വന്ന് കയറും. കയറിയിട്ട് ആ പയ്യന്മാരെയൊക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്യുന്നുണ്ടാവും. ആ ക്ലാസ് മൊത്തം സൈലന്റ് ആവും, അല്ലെ? ആ ടീച്ചർ മിണ്ടാതിരിക്കട എന്നുള്ള ഒരു വാക്ക് പറയുന്നുണ്ടാവില്ല. ഒരു ടീച്ചർ ക്ലാസ്സിനകത്ത് വന്ന് കയറിയിട്ട് എന്താണ് എന്നുള്ളത് ഇങ്ങനെ ഒബ്സേർവ് ചെയ്യുന്നുണ്ടാവും. ടീച്ചർ വന്ന് ഇങ്ങനെ ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലാസ് മുഴുവൻ സൈലന്റ് ആവും. ആ ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുന്ന പയ്യൻ ഇറങ്ങും, അടി ഉണ്ടാക്കുന്ന പയ്യൻ ഇറങ്ങും, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നിർത്തിയിട്ട് നേരെ ബെഞ്ചിൽ പോയിരിക്കും. ഇതേ സെയിം സാധനമാണ് ബ്രോ നമ്മളുടെ മൈൻഡ് എന്നുള്ളത്. ഒരാളും നമ്മളെ ഒബ്സേർവ് ചെയ്യാനായിട്ടില്ല എന്ന് നമ്മളുടെ മൈൻഡിന് തോന്നുമ്പോൾ അതിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിന്നെ ഒബ്സേർവ് ചെയ്യാനുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എന്നുള്ളത് എൻ്റെ മൈൻഡ് അല്ല, എൻ്റെ മനസ്സ് എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ്. ബോഡിയുടെ ഒരു പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സോളിന്റെ പാർട്ടായിട്ടുള്ള ഒന്നാണ്. അതിനെ ഒന്ന് ഒബ്സേർവ് ചെയ്യുക. ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒന്ന് ഒബ്സേർവ് ചെയ്യുമ്പോ തന്നെ ഒരു ക്ലാസ്സിൽ ടീച്ചർ വന്ന് കയറി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സൈലന്റ് ആവുന്നില്ലേ? അതേപോലെ നമ്മളുടെ മൈൻഡും സൈലന്റ് ആവാൻ തുടങ്ങും. നിങ്ങൾ വേറെ എങ്ങനെ മെഡിറ്റേഷൻ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോവാ. നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇതെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒബ്സേർവ് ചെയ്യുക. അങ്ങനെ ഒബ്സേർവ് ചെയ്യുമ്പോ തന്നെ നമ്മളുടെ ചിന്തകളുടെ എണ്ണം എന്നുള്ളത് കുറയും. ചിന്തകളുടെ ക്വാണ്ടിറ്റി എന്നുള്ളത്, അളവ് എന്നുള്ളത് കുറയും. അതേപോലെ ചിന്തകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എന്നുള്ളതും കുറയും. ഈ ചിന്തകളുടെ എണ്ണവും ക്വാണ്ടിറ്റിയും സ്പീഡും കുറയുമ്പോൾ എന്താവുന്നറിയോ? ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചിന്തകളുടെ ക്വാളിറ്റി എന്നുള്ളത് കൂടും. ഇന്ന് നമ്മളുടെ ചിന്തകൾക്ക് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റാത്ത അതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? ആ കാര്യത്തില് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. നിങ്ങളുടെ തോട്ട്സിന്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് ഭയങ്കര കൂടുതലാണ്. ക്വാണ്ടിറ്റി കൂടുമ്പോ എന്താവും? ക്വാളിറ്റി എന്നുള്ളത് കുറയും, അല്ലെ? സ്പീഡ് കൂടുമ്പോ എന്താവും? കൺട്രോള് എന്നുള്ളത് കുറയും, അല്ലെ? അപ്പോ നിങ്ങളുടെ ഈ ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങുമ്പോ എന്താവും എന്നറിയോ? ഈ ചിന്തകളുടെ ക്വാണ്ടിറ്റിയും സ്പീഡും കുറയും.
ഇങ്ങനെ ക്വാണ്ടിറ്റിയും സ്പീഡും കുറയുമ്പോ എന്താവും? നമ്മളുടെ ചിന്തകളുടെ ക്വാളിറ്റി എന്നുള്ളത് കൂടും. അതിനുശേഷം ഇങ്ങനെ ക്വാളിറ്റി എന്നുള്ളത് കൂടുമ്പോ നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ശരിയായിട്ടുള്ള തീരുമാനങ്ങളായി മാറും. തീരുമാനങ്ങൾ ഇപ്പൊ നിങ്ങൾ എടുക്കുന്നതൊക്കെ കുറെ തെറ്റുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ബ്രോ? അത് ഇതുകൊണ്ടാണ്. ക്വാണ്ടിറ്റി എന്നുള്ളത് കുറയ്ക്കി, ചിന്തകളുടെ സ്പീഡ് എന്നുള്ളത് കുറയ്ക്കി, ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി എന്നുള്ളത് കൂടും. ആ ക്വാണ്ടിറ്റിയും സ്പീഡും ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആ ചിന്തകൾ ഉണ്ടല്ലോ, എന്താണ് ഞാനിപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്, എന്റെ ഫീലിങ്സ് എന്താണ്, എന്ത് ചിന്തയാണ് എന്റെ തലയ്ക്കുള്ളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്? ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് യുവർ. ഹായ് ബ്രോ, ഈ വീഡിയോ എന്നുള്ളത് എന്റെ ആവുകയാണ്. പക്ഷെ നിങ്ങൾ ഇതിനു മുൻപും ഇതുപോലത്തെ നോഫാപ്പിന്റെയും എങ്ങനെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതിന്റെ ഒക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അതിന് വേണ്ട തരത്തിലുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ട്രെയിനിങ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു പോർഷൻ എന്നുള്ളത് ഞാൻ അങ്ങനെ നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ അഡിക്ഷനിൽ നിന്ന് മാറ്റാനും ഡിസിപ്ലിൻഡ് ആവാനും ഫോക്കസ്ഡ് ആവാനും വേണ്ട ഇൻഡെപ്ത് ട്രെയിനിങ് ആയിരിക്കും ഞാൻ നൽകുന്നുണ്ടാവുന്നത്. 2026 നിങ്ങളുടെ ഇയർ ആക്കി മാറ്റണമെന്ന് അത്രയും സീരിയസ് ആയി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്.